യൂണിറ്റുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ. യൂണിറ്റുകളുടെ സിംബൽസ് സാധാരണയായിട്ട് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് എഴുതേണ്ടത്. അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട നിയമം. യൂണിറ്റുകളുടെ സിംബൽസ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് എഴുതേണ്ടത്. ഇവിടെ നോക്കൂ, മീറ്റർ, സെക്കൻഡ്, കിലോഗ്രാം തുടങ്ങിയ യൂണിറ്റ്സുകൾ നമ്മൾ എഴുതിയിട്ടുള്ളത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. അത് മൊത്തമായിട്ട് എഴുതുമ്പോഴാണെങ്കിലും അതല്ല അതിൻ്റെ അബ്രിവേഷൻസ് എഴുതുമ്പോഴാണെങ്കിലും നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ സ്മോൾ ലെറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ചില സിറ്റുവേഷൻസിൽ യൂണിറ്റിൻ്റെ സിംബൽസ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ച് എഴുതേണ്ടതുണ്ട്. അത് ഏത് കേസിലാണെന്ന് വെച്ചാൽ, ഈ സയൻറ്റിസ്റ്റുകളുടെ പേര് എഴുതുമ്പോൾ, അതായത് വ്യക്തികളുടെ പേരിൽ ഉടലെടുത്ത യൂണിറ്റുകളാണ് ഇപ്രകാരം എഴുതുന്നത്. ഓക്കെ, ഇപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ടാണ്. അത് മൊത്തമായിട്ട് എഴുതുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ സ്മോൾ ലെറ്റർ ഉപയോഗിച്ചാൽ മതി. സയൻറ്റിസ്റ്റുകളുടെ പേരിൻ്റെ അബ്രിവേഷൻസ്, സയൻറ്റിസ്റ്റുകളുടെ പേരിൽ വരുന്ന ആ യൂണിറ്റിൻ്റെ അബ്രിവേഷൻസ് എഴുതുമ്പോൾ അത് ക്യാപിറ്റൽ ലെറ്ററാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ബ്ലേഡ് പാസ്കൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനോടുള്ള ബഹുമാനാർത്ഥമാണ് പ്രഷർ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് പാസ്കൽ എന്നാക്കിയിട്ടുള്ളത്. അപ്പോൾ പാസ്കലിനെ നമ്മൾ മൊത്തമായിട്ട് എഴുതുമ്പോൾ, ആ ഒരു യൂണിറ്റിനെ മൊത്തമായിട്ട് എഴുതുമ്പോൾ സ്മോൾ ലെറ്റർ ഉപയോഗിച്ചാൽ മതി. എന്നാൽ അതിൻ്റെ സിമ്പിളായിട്ട് കൊടുക്കുമ്പോൾ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ കൊടുക്കുക, രണ്ടാമത്തെ സ്മോൾ കൊടുക്കുക. അതുപോലെ തന്നെ സർ ഐസക് ന്യൂട്ടനോടുള്ള ബഹുമാനാർത്ഥമാണ് ബലം, അതായത് ഫോഴ്സ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ എന്ന് കൊടുത്തിട്ടുള്ളത്. ന്യൂട്ടൺ എന്ന യൂണിറ്റിനെ നമ്മൾ മൊത്തമായിട്ട് എഴുതുമ്പോൾ നമ്മളെല്ലാം സ്മോൾ ലെറ്റർ ഉപയോഗിച്ചാൽ മതി. അതിൻ്റെ സിമ്പിൾ ഉപയോഗിക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു, യൂണിറ്റുകൾ എഴുതുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ സ്മോൾ ലെറ്റേഴ്സാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു. അത് സയൻറ്റിസ്റ്റുകളുടെ കേസിലാണെങ്കിലും അതല്ല സാധാരണ യൂണിറ്റുകൾ എഴുതുമ്പോഴാണെങ്കിലും മൊത്തമായിട്ട് എഴുതുമ്പോൾ സ്മോൾ ലെറ്റർ ഉപയോഗിച്ചാൽ മതി. വ്യക്തികളുടെ പേര്, സയൻറ്റിസ്റ്റുകളുടെ പേര് യൂണിറ്റായിട്ട് വരുമ്പോൾ അതിൻ്റെ സിമ്പിൾ കൊടുക്കുമ്പോൾ ആ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. ഇപ്പോൾ പാസ്കൽ എന്ന് പറയുന്ന കേസിൽ 2 ലെറ്റേഴ്സാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതിൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ പിയും രണ്ടാമത്തത് സ്മോൾ ലെറ്റർ എ ആയിട്ട് കൊടുക്കുക. അത് മനസ്സിലായില്ലേ? ഇനി ഡെസിബലിൻ്റെ കേസിൽ ഇപ്പോൾ സൗണ്ടിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആണല്ലോ ബെൽ എന്ന് പറയുന്നത്. അത് അലക്സാണ്ടർ ഗ്രഹാബൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനോടുള്ള ബഹുമാനാർത്ഥമാണ് സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ബെല്ല് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അവിടെ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ക്യാപിറ്റൽ ലെറ്ററിലാണ് നമ്മൾ അതിൻ്റെ സിമ്പിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മൊത്തമായിട്ട് എഴുതുമ്പോൾ നമ്മൾ സ്മോൾ ലെറ്ററിൽ എഴുതിയാൽ മതി. ഇനി ഡെസിബൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ ചെറിയൊരു യൂണിറ്റാണ് ഡെസിബലിൽ നമ്മൾ ആദ്യത്തേത് സ്മോൾ ഡി ആണ് കൊടുക്കുന്നത്. ആ ബെല്ലിൻ്റെ ക്യാപിറ്റൽ ബി നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയാനുള്ളത് മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത്, നമ്മൾ ഈ സിമ്പിൾസിന് പകരം യൂണിറ്റുകളുടെ പേര് എഴുതുമ്പോൾ ഇംഗ്ലീഷിലെ വലിയ അക്ഷരം ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അതായത് ഈ പറഞ്ഞത് തന്നെ നമ്മൾ ഈ പറയുന്ന യൂണിറ്റിൻ്റെ സിമ്പിളിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, അത് മൊത്തമായിട്ട് എഴുതുന്ന ടൈമിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാൻ പാടില്ലാണ്. ഓക്കെ, മൊത്തമായിട്ട് എഴുതുമ്പോൾ അതിപ്പോൾ ഏതാണെങ്കിലും സയൻറ്റിസ്റ്റുകളുടെ പേരാണെങ്കിലും അതല്ല ആ ഒരു യൂണിറ്റിനെ നമ്മൾ മൊത്തമായിട്ട് എഴുതുന്ന കേസിൽ, ഏത് കേസിലാണെങ്കിലും ആ ഒരു ടൈമിൽ എല്ലാം സ്മോൾ ലെറ്ററാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ സിമ്പിളിന് പകരം യൂണിറ്റുകളുടെ പേര് എഴുതുമ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാൻ പാടില്ല, സ്മോൾ ലെറ്ററാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അടുത്തത്, നമ്മൾ ഈ പറയുന്നത് പോലെ സിമ്പിൾസിൻ്റെ പ്ലൂറൽ ഫോം ഉപയോഗിക്കാൻ പാടില്ല. 10 kg ഇങ്ങനെ എഴുതിയാൽ മതി. അവിടെ 10 kilograms അങ്ങനെ കൊടുക്കേണ്ടതില്ല. അതുപോലെ 75 centimeter അങ്ങനെ എഴുതിയാൽ മതി. 75 centimeters അങ്ങനെ കൊടുക്കേണ്ടതില്ല. അതുപോലെ നമ്മളൊരു വാക്യത്തിൻ്റെ അവസാനമല്ലാതെ, നമ്മളിപ്പോൾ സെൻറ്റൻസിൽ എഴുതുകയാണെന്നിരിക്കട്ടെ, സെൻറ്റൻസിൽ എഴുതുമ്പോൾ ആ ഒരു സെൻറ്റൻസ് തീരുമ്പോഴല്ലാതെ ആ ഒരു സിമ്പലിന് ശേഷം കുത്തു, കോമ തുടങ്ങിയ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുതെന്ന്. ഇപ്പോൾ മേശയുടെ നീളം 75 centimeter ആണ് എന്നുള്ള വാക്യം നമ്മൾ എഴുതുമ്പോൾ ആ സെൻറ്റൻസ് തീരുമ്പോൾ നമ്മളൊരു കോമയോ കുത്തു ഇട്ടാൽ മതി. അല്ലാതെ മേശയുടെ നീളം 75 centimeter എഴുതിയിട്ട് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് പിന്നെ ആണെന്ന് എഴുതി പിന്നെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരു സെൻറ്റൻസിൻ്റെ അവസാനമല്ലാതെ സിമ്പിൾസിന് ശേഷം കുത്തു, കോമ തുടങ്ങിയ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുത്. ഇതാണ് 5ാമത്തെ നിയമം. 6ാമത്തെ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റുകൾ എഴുതുമല്ലോ, ഡിറൈവ്ഡ് യൂണിറ്റ്സിൻ്റെ സിമ്പിൾസ് എഴുതുമ്പോൾ അവിടുത്തെ ഡിവിഷൻ സൂചിപ്പിക്കുന്നതിന് ഒരു ചെരിഞ്ഞ വര ഉപയോഗിക്കാറുണ്ട് അല്ലേ? ഒരു ഡിറൈവ്ഡ് യൂണിറ്റിൽ ഒന്നിൽ കൂടുതൽ ചെരിഞ്ഞ വരകൾ ഉപയോഗിക്കാൻ പാടില്ല. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ള 6ാമത്തെ നിയമം. ഇപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഇത് ആക്സലറേഷൻ്റെ യൂണിറ്റാണ് അല്ലേ? അവിടെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ആ ചെരിഞ്ഞ വര ഒരെണ്ണം ഉപയോഗിച്ചാൽ മതി. ഡിറൈവ്ഡ് യൂണിറ്റ് എഴുതുമ്പോൾ ആ ചെരിഞ്ഞ വര ഒരെണ്ണം ഉപയോഗിച്ചാൽ മതി, അവിടെ ഒന്നിൽ കൂടുതൽ ഉപയോഗിക്കേണ്ടതില്ല. പിന്നെ 7ാമത്തേതാകുന്നു, മറ്റു യൂണിറ്റുകളുടെ ഗുണിതങ്ങളായി പ്രസ്താവിക്കപ്പെടുന്ന ഡിറൈവ്ഡ് യൂണിറ്റ്സ് എഴുതുമ്പോൾ അവയ്ക്കിടയിൽ കുത്തിടുകയോ അല്ലെങ്കിൽ സ്പേസ് നൽകുകയോ ചെയ്യേണ്ടതാണ്. ഈ 7ാമത്തെ നിയമത്തിൽ കുറച്ച് ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, 7ാമത്തെ നിയമം പറയുന്നത് എന്താണ്? മറ്റു യൂണിറ്റുകളുടെ ഗുണിതങ്ങളായി പ്രസ്താവിക്കപ്പെടുന്ന ഡിറൈവ്ഡ് യൂണിറ്റ്സ് എഴുതുമ്പോൾ അവയ്ക്കിടയിൽ കുത്ത് ഇടുകയോ അല്ലെങ്കിൽ സ്പേസ് നൽകുകയോ ചെയ്യേണ്ടതാണെന്ന്. അവിടെ ഇപ്പോൾ നമ്മൾ കുത്ത് ഉപയോഗിക്കാറില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സാധാരണ കൊടുക്കുന്ന പോലത്തെ ഒരു സ്പേസേ കൊടുക്കാറുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് വർക്കിൻ്റെ യൂണിറ്റ് ആണല്ലോ. വർക്ക് ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ എഴുതുമ്പോൾ ന്യൂട്ടൺ മീറ്ററിൽ എഴുതുന്നത്. അപ്പോൾ ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതുമ്പോൾ അവിടെ നമ്മൾ ഒരു ചെറിയൊരു സ്പേസ് നൽകിയാൽ മതി. ഓക്കെ, അത് ശ്രദ്ധിക്കുക. കുത്ത് ഇടാം എന്ന് നമ്മൾ പറയുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ നമ്മൾ കുത്ത് ഉപയോഗിക്കാറില്ല. ന്യൂട്ടൺ മീറ്റർ എന്നുള്ളത് സാധാ സ്പേസിലാണ് എഴുതുന്നത്, അത് ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ ഇനി ഇവിടെ നമുക്ക് 8ാമത്തെ നിയമം കാണാൻ പറ്റും. ദാറ്റ് ഈസ് യൂണിറ്റുകളുടെ സിമ്പലും യൂണിറ്റിൻ്റെ ആ ഒരു പേരും ഒരു ഡിറൈവ്ഡ് യൂണിറ്റിൽ മിക്സ്ഡ് ആയിട്ട് ഉപയോഗിക്കരുതെന്ന്. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, അത് ശരിയാണ്.
എന്നാൽ കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ അങ്ങനെ എഴുതാൻ പാടില്ല. ഓക്കെ, അല്ലെങ്കിൽ അവിടെ എഴുതിയിട്ടുണ്ട് കിലോഗ്രാം എന്ന് മൊത്തത്തിൽ എഴുതി, പെർ ക്യൂബിക് മീറ്റർ അത് മൊത്തത്തിൽ എഴുതി, അത് ശരിയാണ്. എന്നാൽ കിലോഗ്രാം എന്ന് മൊത്തത്തിൽ എഴുതി പെർ ഇട്ടു, പിന്നെ മീറ്റർ ക്യൂബ് സിമ്പിളായിട്ട് ഉപയോഗിച്ചു, അത് തെറ്റാണ്. അതുപോലെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, അവിടെ കിലോഗ്രാം സിമ്പിളായിട്ട് എഴുതി, മീറ്റർ ക്യൂബും അതിൻ്റെ സിമ്പിളായിട്ട് തന്നെ എഴുതി, പെർ അവിടെ മൊത്തമായിട്ട് എഴുതി, അങ്ങനെ എഴുതാനും പാടില്ല. ഓക്കെ, പിന്നെ കിലോഗ്രാം അത് മൊത്തമായിട്ട് എഴുതി, പെർ ഇട്ടു, മീറ്റർ ക്യൂബ് സിമ്പിളായിട്ട് എഴുതി, അങ്ങനെ എഴുതാനും പാടില്ല. ദെൻ കിലോഗ്രാം മൊത്തമായിട്ട് എഴുതി, പിന്നെ പെർ എന്നുള്ളതിൻ്റെ ആ ഒരു സിമ്പിൾ മാത്രം ഇട്ടു, ക്യൂബിക് മീറ്റർ മൊത്തമായിട്ട് എഴുതി, അങ്ങനെ എഴുതാനും പാടില്ല. അങ്ങനെ മിക്സ്ഡ് ആയിട്ട് എഴുതാൻ പാടില്ല. ഷോർട്ടായിട്ട് എഴുതുമ്പോൾ മൊത്തത്തിൽ ഷോർട്ടായിട്ട് എഴുതണം, അത് മൊത്തമായിട്ട് എഴുതുമ്പോൾ അത് മൊത്തമായിട്ട് എഴുതണം. ഓക്കെ, അടുത്തത് അളവുകളുടെ മൂല്യവുമായി ചേർത്ത് യൂണിറ്റ് എഴുതുമ്പോൾ അവയ്ക്കിടയിൽ ഒരു സ്പേസ് നൽകേണ്ടതുണ്ട്. അത് നമ്മളിപ്പോഴും കൊടുക്കാറുണ്ടല്ലോ അല്ലേ. ഇപ്പോൾ 27.3 കെൽവിൻ എന്ന് എഴുതുമ്പോൾ ആ യൂണിറ്റ് കുറച്ചൊരു സ്പേസ് ഇട്ട് എഴുതണം. 27.3യുടെ നേരെ ചേർത്തിടരുത്, അത് തെറ്റാണ്. 100 മീറ്ററിന് എഴുതുമ്പോൾ 100 കഴിഞ്ഞിട്ട് ചെറിയൊരു സ്പേസ് ഇട്ടിട്ട് യൂണിറ്റ് കൊടുക്കുക, 100നോട് ചേർത്ത് യൂണിറ്റ് കൊടുക്കരുത്, അത് തെറ്റാണ്. ഓക്കെ, ദെൻ 10ാമത്തെ നിയമമാകുന്നു ഒരു അളവിനെ സൂചിപ്പിക്കാൻ ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ ഉപയോഗിക്കരുതെന്ന്. ഓക്കെ, ഇപ്പോൾ 10.25 മീറ്റർ ഇത് ഓക്കെ ശരിയാണ്, പക്ഷേ അതിന് നമ്മൾ 10 മീറ്റർ 25 സെൻറ്റിമീറ്റർ അങ്ങനെ എഴുതാൻ പാടില്ല. ഒരു അളവിനെ സൂചിപ്പിക്കാനായിട്ട് ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ ഉപയോഗിക്കരുത്. ആ ഒരു അളവിന് ആ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് കൊടുത്ത് വേണം എഴുതാൻ. അപ്പോൾ അത്രയും കാര്യങ്ങൾ, ഈ 10 നിയമങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. യൂണിറ്റുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട 10 നിയമങ്ങളാണ് ഈ പറഞ്ഞത്, അത് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.